ജുവാനാ. അപ്പോൾ അതേ നമ്മൾ ചേമ്പ് നടാൻ വേണ്ടി പോകാം കേട്ടോ. അതുകൊണ്ടല്ലേ നല്ല കിളിക്കുഞ്ഞിൻ്റെ നല്ല കൊക്ക് പോലെ നമ്മുടെ ചേമ്പും കൂട്ടം നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവന്മാരെ നട്ടു വെച്ചില്ലെങ്കിൽ നമുക്ക് ചേമ്പുണ്ടാക്കിയില്ല. അപ്പോൾ ഇവിടെ പന്നി വരുന്ന സ്ഥലമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പന്നി വന്നിട്ട് ചേമ്പ് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് കിട്ടിയായിരുന്നു ചേമ്പ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പന്നി കുറവാന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൂടെ അധികം പന്നി വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നട്ടു വയ്ക്കുന്ന നമ്മുടെ കടമയാണല്ലോ. അപ്പം നടുതലയൊക്കെ നടേണ്ട സമയമാണ്. ചേമ്പ്, ചേന, അതേപോലെ മഞ്ഞളൊക്കെ നടേണ്ട സമയമാണിപ്പം. അപ്പം നമുക്ക് വേഗം നമ്മുടെ ഈ ചേമ്പ് നടാം. അപ്പോൾ ഈ ചേമ്പ് നടുമ്പം ഇപ്പം ഇത് വലിയൊരു തടയായ കാരണം ഇത് 3-4 കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നടാൻ പറ്റും. അപ്പോൾ നമുക്കിത് 3-4 കഷ്ണമാക്കാം ആദ്യം കേട്ടോ. നമുക്കിങ്ങനെ ആദ്യം മുറിച്ചിട്ട് മുറിഞ്ഞത് ഇതാ ഒരു തല ഉണ്ടോ. അപ്പം ഇങ്ങനെ 4 കഷ്ണമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 നമുക്ക് നടാൻ പറ്റും കേട്ടോ. നമുക്ക് വേഗം നടാം. അപ്പോൾ ചാണകപ്പൊടി വന്നിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി അപ്പം പോലെയുണ്ടല്ലോ. അപ്പം പോലെയുണ്ട് ചാണകപ്പം. അപ്പം ഉണങ്ങി പൊടിച്ച ചാണകം ഇതൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് നടാം. അപ്പോൾ ആദ്യം നമുക്ക് പോയിട്ട് ചേമ്പിൻ്റെ നടാനുള്ള കുഴി എടുക്കാം. തിളച്ചപ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, ഒരു വലിയ പൊത്തുണ്ട്. ശരിക്കും പാമ്പൊക്കെ ഇറങ്ങി നടക്കുന്ന സമയമാണല്ലോ, അറിയാലോ. അപ്പോൾ പാമ്പിൻ്റെ പൊത്താണ്. അപ്പോൾ എനിക്ക് കല്ലെടുത്തുണ്ടെങ്കിൽ അത് അടച്ച് വെക്കണം. വലിയൊരു പൊത്താണ്. അതിൻ്റെ അപ്പുറത്തെ ഒരു പൊത്തുണ്ട്. ശരിക്കും ഈ പ്രാവശ്യം ഇവിടെയുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. ഞങ്ങൾ പാമ്പ് ചേരപ്പാമ്പല്ല കേട്ടോ, ചേരപ്പാമ്പും വരും. അല്ലാത്ത പാമ്പൊക്കെ ഈ കാടിങ്ങനെ കാരണം കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്ന് അടച്ച് വെക്കണം എന്തൊക്കെയാണെങ്കിലും. ഇതിപ്പോൾ നല്ലത് ഏതായാലും നന്നായി. അപ്പോൾ ഞാനിവിടെ നമുക്കൊരു കുഴി നമുക്കിവിടെ കുഴിക്കാം. വേഗം ഒരു കുഴി വെച്ചിട്ട് കേട്ടോ. ഇവിടെ നടാനോ? ഇവിടെ നടാം. ഇവിടെ നടാം. കല്ലാണോ ഇവിടെ? ആ കല്ലുണ്ട്. കല്ല് ചേർന്ന മണ്ണാണ് ഇവിടെ ശരിക്കും. അപ്പോൾ ചേമ്പിനൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇങ്ങനത്തെ മണ്ണ്, നല്ല മണ്ണ്, നന്നായിട്ട് ചേമ്പുണ്ടാകും ഇവിടെ. അപ്പം ചാണകപ്പൊടി ഇങ്ങനെ ഇടുമ്പോൾ നന്നായിട്ട് ഉണ്ടാകും. അത് ചേമ്പിനാകുമ്പോൾ അധികം കുഴിയൊന്നും വേണ്ട. ഒരു ഇല്ലേ ഇങ്ങനെ കുഴിച്ചാൽ മതി. നമുക്ക് ചേമ്പ് എടുത്തുകൊണ്ട് വരാം. ചാണകപ്പൊടി ഇടാം കേട്ടോ. ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ചാണകപ്പൊടി മതി. എനിക്ക് ബാക്കിയുള്ള എല്ലാത്തിനും കൂടെ ഉള്ള ചാണകപ്പൊടി ഉള്ളൂ. നമുക്ക് ചേമ്പ് നമ്മളിങ്ങനെ ഒന്ന് വയ്ക്കും. അതാണ് വയ്ക്കണേ. അങ്ങനെ വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ വട്ടത്തിൽ ഇങ്ങനെ മണ്ണ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ തൂമ്പയും കൊണ്ട് മണ്ണ് കൂട്ടാൻ. അപ്പോൾ തൂമ്പയും കൊണ്ട് മണ്ണ് കൂട്ടുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ തൂന പോലെ കൂട്ടണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെറുതായ കാരണം മുകളിലേക്ക് ആയാലും പ്രശ്നമില്ല, അത് മുളച്ച് വന്നോളൂ. അപ്പോൾ കല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കാണാം കേട്ടോ. ഇങ്ങനെ പാമ്പുമ്പൊക്കെ ആണെങ്കിൽ എനിക്ക് പേടിയാവാറ്. അവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം, അടച്ച് വെക്കണം. ഇപ്പം വെയിലും കൂടെ ആയ കാരണം പേടിയാണ്. ഞാനൂലുണ്ട്. ഈ അവിടെ നിൽക്കണ്ട. അവിടെ നിൽക്കുന്നില്ല. അതാ ഇങ്ങനെ ഇല്ലേ, ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോഴേക്കും ചെയ്യുമ്പോൾ തന്നെ മുളച്ച് വന്നോളൂ. അപ്പോൾ ഇങ്ങനെ കൂന പോലെ കൂട്ടിയാൽ മതി. അപ്പോൾ എന്തായാലും ഞാനീ പോയിട്ട് ഈ പാമ്പിൻ്റെ പൊത്ത് ഒന്ന് അടച്ച് വെക്കട്ടെ. എന്നിട്ടാണ് ഞാനിത് ബാക്കി നടന്നുള്ളൂ. 2-3 കഷ്ണം ഇവിടെ നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ എനിക്ക് നടണം. അപ്പോൾ ഇവിടെ നടാമെന്ന് ഓർത്തിട്ടാട്ടോ. അപ്പം വേഗം പോയിട്ട് ഞാൻ ആ പാമ്പിൻ്റെ പൊത്തൊന്ന് അടച്ച് വെക്കട്ടെ. അമ്മ വേർത്തു കുളിച്ചു. ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇവിടെ തണലും ഉണ്ട്. അപ്പം അങ്ങനെ വെയിലത്തൊന്നുമല്ല. അപ്പം വെയിലത്ത് നിന്നിട്ട് മമ്മി എന്നെ അവിടെ നിന്ന് ഓടിക്കും. അതുകൊണ്ട് വെയിലത്ത് അവിടെ തണലുണ്ട്. വെയിലത്ത് നിന്ന് നടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തണലത്ത് നിന്ന് നമുക്ക് നടാൻ വേഗം പോയിട്ട് ആ പാമ്പിൻ്റെ പൊത്തൊന്ന് അടച്ച് വെച്ചിട്ട് വരാം. കല്ലുകൾ നമുക്ക് എടുത്തുകൊണ്ട് പോയിട്ട് വേണം വലിയ പൊത്ത് നമുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അതാ വലിയ ചാടിപ്പോയി. കല്ല് മതിയോ? ഇല്ലില്ല, പോരാ. ഇവിടെയൊക്കെ കല്ലുകൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. കല്ല് പറമ്പെന്നാണ് ശരിക്കും ഈ സ്ഥലത്ത് കൽപ്പറമ്പാണ്. മമ്മി അവിടെ വലിയൊരു കല്ല്, വലിയൊരു കല്ലുണ്ട് കവുങ്ങിൻ്റെ ചോട്ടിൽ. നമുക്ക് ഇതിനൂടെ എടുത്തുകൊണ്ട് പോകാം അല്ലേ. നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് എന്തായാലും പൊത്ത് കണ്ട സ്ഥിതിക്ക് നമുക്കത് അടയ്ക്കാതെ. എൻ്റെ മമ്മി അവരവിടെ നിന്ന് ഞാൻ വീഴാൻ തുടങ്ങിയപ്പോൾ കളിയാക്കുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, ശ്രദ്ധിക്കണം. കണ്ടല്ലേ അതെ. അപ്പം ചെറിയ ചെറിയ കല്ലുകൾ ആദ്യം ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് വലിയ കല്ല് വെക്കാന്. പേടിയാണ്. വലിയ പൊത്താണ്. വലിയ പൊത്തായ കാരണം പേടിയുണ്ട്. അയ്യോ തുമ്പ എന്തി മണ്ണ് കുറച്ചുകൂടി ഇവിടെ ഉണ്ടല്ലേ. ഇവിടെ. 2 കല്ല്. 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 2 കല്ല്
ഓക്കെ ആയി. ഓക്കെ ആയില്ല കേട്ടോ. ഇല്ല, തൊടുമ്പോഴേക്ക് ഇടിഞ്ഞ് വരികയാണല്ലോ. വരുമെന്ന് പേടിയുണ്ട്. അപ്പം നാളെ വന്ന് നോക്കണം പൊത്ത് തുറന്നിട്ടുണ്ടോയെന്ന്. ഇത് ഇപ്പറേ ഇവിടെ കൂടെ ഒരു പൊത്തുണ്ട്. നമുക്ക് ഇതിനും കൂടെ ഇട്ടിട്ട് കല്ല് ഇടണം. എന്തായാലും ഈ പൊത്ത് എന്തായാലും അടച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അതും കൂടി വേഗം ഞാൻ അടച്ചിട്ട് കേട്ടോ. അടുത്തോ? അടുത്തു. വെള്ളം കുടിക്കണ്ടേ? വെള്ളം കുടിക്കണം. എന്നാൽ പോയി വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ചിട്ട് വരാം.